ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ കുറച്ച് മത്തി മേടിച്ചിരുന്നു. അതൊന്ന് വറുത്ത് നോക്കാം. അപ്പോൾ മത്തി നല്ലോണം വെട്ടി കഴുകി എടുത്തിട്ട് അത് വരഞ്ഞ് സെറ്റാക്കി എടുക്കണേ. എന്നിട്ട് ഇച്ചിരി കുരുമുളകും ഒരു ജാറിനകത്ത് മിക്സി ജാറിനകത്ത് എടുത്തിട്ട് ഇച്ചിരി കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതിനകത്ത് ഉപ്പ് ഇച്ചിരി മുന്നേ എന്നാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് പിന്നെ കരിയാപ്പലയും ചേർക്കണം, വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇത് രണ്ടും മിക്സിക്കകത്തിട്ട് നല്ലോണം അടിച്ച് പേസ്റ്റ് വരുവാക്കി എടുക്കണേ. പേസ്റ്റ് വരുവാക്കി എടുക്കുന്ന ഇച്ചിരി വെള്ളം ആവല്, കുറുകിയിരിക്കണം, നല്ല കുറുകുറാണ്. പിന്നെ അരിപ്പൊടി ചേർക്കുക. അരിപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അരിപ്പൊടി ചേർക്കുമ്പോൾ അതിനകത്ത് നല്ല തേച്ച് പിടിപ്പിക്കുമ്പോൾ മസാലയൊക്കെ പിടിച്ച് പിന്നെ വറക്കുന്ന സമയത്ത് നല്ല മൊരുമൊരാന്നിരിക്കും. ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് തിന്നാൻ നേരത്ത്. അത് തേച്ച് നമ്മളൊരു മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്തൊരു അരമണിക്കൂറോളം വെക്കാം. അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല ഉപ്പും ഒക്കെ നല്ലോണം പിടിക്കും. ഉപ്പ് ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പിന്നെ അത് നല്ലോണം നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്തുനിന്ന് വറുത്ത് കോരിയെടുക്കണം. പിന്നെ നമ്മുടെ മത്തിയെപ്പറ്റി പറയണ്ടല്ലോ, പനി നാടനല്ലേ, വേറൊരു മീനും അതിൻ്റെ അടുത്തെത്തില്ല. നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് കൂടുതലും കഴിക്കാൻ കപ്പ പുഴുങ്ങിയതോ അതുപോലെ ചോറോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാം, അടിപൊളിയായിരിക്കും. കപ്പയൊക്കെ ആണെങ്കിൽ വേറെ ഒന്നും പറയണ്ട, മുടിഞ്ഞ ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ നമുക്ക് വായു വെള്ളം വരും. അമ്മാതിരി ടേസ്റ്റാണ്. മത്തിയുടെ രുചി എന്ന് പറഞ്ഞത് വേറെ ലെവൽ തന്നെ. അതത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എല്ലാവരും കഴിച്ച് തന്നെ നോക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പറ്റിയ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.